രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായ ഗുജറാത്തിലെ 8 സ്റ്റേഷനുകളുടെയും അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചു. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴി അഥവാ MAHSR എന്നാണ് ഔദ്യോഗികമായി ഈ പാത അറിയപ്പെടുന്നത്. വാബി, ബിലിമോറ, സൂററ്റ്, ബറൂച്ച്, ആനന്ദ്, വഡോദര, അഹമ്മദാബാദ്, സബർമതി എന്നിവയാണ് ഗുജറാത്തിലെ 8 സ്റ്റേഷനുകൾ. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡാണ് സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. ഓരോ സ്റ്റേഷനുകളും വ്യത്യസ്ത നിർമ്മാണ ഘട്ടത്തിലാണ് ഉള്ളതെന്ന് അവരറിയിച്ചു. വാബിയിൽ റെയിൽ ലെവൽ സ്ലാബുകൾ ഇടുന്ന ജോലികൾ പൂർത്തിയായി. ബില്ലിമോറയിൽ പ്ലാറ്റ്ഫോം ലെവൽ സ്ലാബുകൾ ഇടുന്ന പണികൾ പൂർത്തിയായിട്ടുണ്ട്. സൂററ്റിലും ആനന്ദിലും പ്ലാറ്റ്ഫോം സ്ലാബിടുന്ന ജോലികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അഹമ്മദാബാദിൽ സ്ലാബിടുന്ന ജോലികൾ തുടങ്ങിവച്ചിട്ടുണ്ട്. ബറൂച്ചിൽ 100 മീറ്ററോളം ദൂരം റെയിൽവേ സ്ലാബിടുന്ന ജോലികൾ ഇനി പൂർത്തിയാകാനുണ്ട്. സൂററ്റിലും സബർമതിയിലുമായി പദ്ധതിക്ക് 2 ഡിപ്പോകളാണുള്ളത്. സൂററ്റിലെ ഡിപ്പോകളുടെ കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ട്രാക്ക് നിരത്തുന്നതിനായുള്ള ജോലികൾ കരാറുകാരന് കൈമാറിക്കഴിഞ്ഞു. സബർമതി ഡിപ്പോയിൽ മണ്ണ് മാറ്റുന്ന പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഓവർഹെഡ് എക്യുപ്മെന്റ് ഫൗണ്ടേഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. വിവിധ ഷെഡുകൾക്കും വർക്ക്ഷോപ്പുകൾക്കുമായുള്ള അടിത്തറ നിർമ്മിക്കുന്ന പണികൾക്കൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിനായുള്ള റൈൻഫോഴ്സ് സിമന്റ് കോൺക്രീറ്റ് ജോലികളും പുരോഗമിക്കുന്നു. സിവിൽ പണികൾക്കുള്ള കരാറുകൾ ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കുമാണ് നൽകിയത്. ദാദ്ര നഗർ ഹവേലി വഴി ഗുജറാത്തിനെയും മഹാരാഷ്ട്രയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി. പദ്ധതിക്കു വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന ജോലികൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇതിനു പുറമെ എല്ലാ ഡിപ്പോകളുടെയും ഇലക്ട്രിക്കൽ ജോലികളുടെയും കരാറുകൾ കൈമാറിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ 156 കിലോമീറ്റർ, ദാദ്ര നാഗർ ഹവേലി 4 കിലോമീറ്റർ, ഗുജറാത്തിൽ 384 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ ദൈർഘ്യം. 12 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. 508 കിലോമീറ്റർ ദൂരമാണ് പദ്ധതിയുടെ ആകെ ദൈർഘ്യം. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് ജെ-സ്ലാബ് ട്രാക്ക് സംവിധാനമാണുള്ളത്. ജപ്പാനിലെ ഷിൻകാൻസൻ ട്രാക്ക് സംവിധാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ഇന്ത്യയിൽ ജെ-സ്ലാബ് ട്രാക്ക് സംവിധാനം അവതരിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 7 കിലോമീറ്ററാണ് കടലിനടിയിലൂടെ പോകുന്ന തുരങ്കത്തിന്റെ ദൈർഘ്യം. BKCAയെയും മഹാരാഷ്ട്രയിലെ ശിൽഫാത്തയെയും ബന്ധിപ്പിക്കുന്ന തുരങ്കത്തിന് 21 കിലോമീറ്ററാണ് ആകെ ദൈർഘ്യം. 2015 കണക്കനുസരിച്ച് 1 ലക്ഷം കോടി രൂപയാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും ഈ ചെലവ് ഉയരാനാണ് സാധ്യത. പദ്ധതി ചെലവിന്റെ 81% വഹിക്കുന്നത് ജപ്പാൻ സർക്കാരാണ്. ശേഷിക്കുന്ന തുക വഹിക്കുന്നത് കേന്ദ്ര സർക്കാരും ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരുകളുമാണ്.